ഇദ്ദേഹം തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. പക്ഷെ ഇത് പുള്ളി ഇതുവരെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടില്ല. ഞാൻ ഇടത്തില്ല. കാരണം ഇത് ആക്ച്വലി എന്ന് പറയുന്നത് ഇത് ഞാൻ മാത്രമല്ല ഷൂട്ട് ചെയ്തത്. ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു 10-15 പേര് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്കും ഈ ബൈറ്റ് കിട്ടി. പക്ഷെ ഈ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കൂട്ടമായ ഒരു തീരുമാനം എടുത്തു. അതായത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യരുത്. അത് കുറച്ച് നല്ല യൂട്യൂബേഴ്സ്മാരെല്ലാവരും അനുസരിച്ചു. അത് അപ്ലോഡ് ചെയ്യരുതെന്ന് പറയാനുള്ള RJ ബിൻസിയുടെയും അപ്പാനിയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി എൻ്റെ ഭാഗത്ത് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തു. കാര്യം ഞാനല്ല ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും പോലീസുകാർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾ റിമൂവ് ചെയ്യണമെന്നാണ്. ഞാൻ ഓൾറെഡി അതിൻ്റെ ആ ഒരു ക്ലിപ്പ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എൻ്റെ തംബ്നെയിൽ മാറ്റിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇത് എന്നെ മാത്രമല്ല പോലീസുകാർ വിളിച്ചത്, ബാക്കി ഇതിട്ട് എല്ലാ യൂട്യൂബേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഈ ക്ലിപ്പ് മാറ്റണം എന്ന് തന്നെയാണ് പോലീസുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാര്യം അവർ കംപ്ലയിൻറ്റ് കൊടുത്തതിൻ്റെ പ്രകാരമാണ് ഇത് കണക്ക് പോലീസുകാർ നമ്മളൊക്കെ ബന്ധപ്പെട്ടത്. എന്തായാലും ആ ഒരു വിഷയം അവിടെ നിൽക്കട്ടെ. ഞാനിവിടെ കുറച്ച് മുന്നേ ഒരു വീഡിയോ കണ്ടായിരുന്നു വിനൂസ് ഹബ് എന്ന് പറയുന്ന ചാനലിനകത്ത്. അതായത് ഈ ഒരു ഒളിക്യാമറ വീഡിയോ ഉണ്ടല്ലോ, ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത ഒരാളുടെ വീഡിയോ ആണ് ഞാൻ കാണാനായിട്ട് ഇടയായത്. എന്തായാലും ആ പുള്ളിക്കാരൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഇത് ഏത് സന്ദർഭത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതെന്നും, ഈ പുള്ളി മാത്രമല്ല വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്, ഒരുപാട് യൂട്യൂബ് ചാനലിലെ ആൾക്കാർ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അന്നേരം അവരെല്ലാവരും കൂടി അവിടെ വെച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു കാരണവശാലും ഈ ഒരു വീഡിയോ പുറത്ത് പോകരുത്. പുറത്ത് പോയി കഴിഞ്ഞാൽ ഇത് ഇവരെ ഭയങ്കര രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിക്കും എന്ന തരത്തിൽ. നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ഈ ഒരു പോയിന്റ് ആലോചിച്ച് വേണം, വലിയ രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിക്കുമെന്ന്. ഇത് തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോയിലും പറഞ്ഞത്. കാര്യം ആൾക്കാർ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇത് എടുക്കത്തുള്ളൂ. മേ ബി ഇവർ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഇടപെടുന്നത്. പക്ഷേ നാട്ടുകാരുടെ കണ്ണിൽ ഈ ഒരു രീതിയിലായിരിക്കത്തില്ല കാണുന്നത്. ഇത് മാത്രമാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞത്. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കാണാം. വീഡിയോ ഒരെണ്ണം എൻ്റെ കയ്യിലുണ്ട്. ഇതാണ് ആ വീഡിയോ. കാണുന്ന വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഒരു പൂർണ്ണ പരാജയമാണെന്ന് മാത്രമേ എനിക്ക്. ഫ്രണ്ട്സ്, ബിഗ് ബോസിന്റെ ഇഷ്യൂ വീണ്ടും കുത്തിപ്പൊക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ബിഗ് ബോസ് പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു, എല്ലാ പരിപാടിയും കഴിഞ്ഞു, സീസൺ 8 തുടക്കമായി. എന്നിട്ടും ബിഗ് ബോസ് 7 വിവാദ വീഡിയോകളാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ RJ ബിൻസിയുടെയും അപ്പാനി ശരത്തിന്റെ ഒരു വീഡിയോ അല്ലേ? ആ വീഡിയോ ഒരെണ്ണം എൻ്റെ കയ്യിലുണ്ട്. ഇതാണ് ആ വീഡിയോ. കാണുന്ന വീഡിയോ പുള്ളിയുടെ ഫോണിനകത്ത് എടുത്ത് വെച്ച് കാണിക്കുന്നുണ്ട്, ഇതാണ് അതിൻ്റെ ഒറിജിനൽ വീഡിയോ എന്ന്. പക്ഷേ ഞങ്ങൾ ആരും ആ ഒരു വീഡിയോ പുറത്തിട്ടിട്ടില്ല. അതിൻ്റെ റീസണും പറയുന്നുണ്ട്. ഇവിടെ നമ്മളെല്ലാവരും പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ആരാടാ ഈ ഒളിക്യാമറ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തത്? കാര്യം ഈ കാണിക്കുന്നത് ശരിയല്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ പേരിൽ കൊണ്ടുവന്ന് കംപ്ലയിൻറ്റ് കൊടുക്കണം എന്ന തരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. കാര്യം എംവുഡ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു ചാനലിൻ്റെ വാട്ടർമാർക്കായിരുന്നു ആ ഒരു വീഡിയോയ്ക്കകത്ത് ഉണ്ടായിരുന്നത്. നിങ്ങൾ എല്ലാവരും കണ്ടതാണ്, ഞാൻ എടുത്ത് വെച്ച് കാണിച്ചതുമാണ്. അത് മാത്രമല്ല, പോലീസുകാരുടെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എംവുഡ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു ചാനലിൻ്റെ വാട്ടർമാർക്കാണ് ആ ഒരു വീഡിയോ. നിങ്ങൾക്ക് അത് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അവരുടെ കയ്യിൽ നിന്നാണ് ഈ ഒരു വീഡിയോ ലീക്കായിരിക്കുന്നത്. എന്തായാലും ബാക്കിയോടെ കേൾക്കാം. ഒറിജിനൽ ഫൂട്ടേജ് നമ്മുടെ കയ്യിലുണ്ട്. അതായത് ഈ വീഡിയോ ഇദ്ദേഹം തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. പക്ഷെ ഇത് പുള്ളി ഇതുവരെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടില്ല. ഞാൻ ഇടത്തില്ല. കാരണം ഇത് ആക്ച്വലി എന്ന് പറയുന്നത് ഇത് ഞാൻ മാത്രമല്ല ഷൂട്ട് ചെയ്തത്. ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു 10-15 പേര് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്കും ഈ ബൈറ്റ് കിട്ടി. പക്ഷെ ഈ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കൂട്ടമായ ഒരു തീരുമാനം എടുത്തു. അതായത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യരുത്. കേട്ടല്ലോ, ഈ വീഡിയോ അപ്ലോഡ് ചെയ്യരുത് എന്ന് കൂട്ടമായിട്ട് ഞങ്ങളൊരു തീരുമാനം എടുക്കുന്നത്. എന്തുകൊണ്ടാണ് ആ ഒരു തീരുമാനം എടുക്കുന്നത്? കാര്യം ആൾക്കാർ ഇത് മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കത്തുള്ളൂ. ഇത് തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് വളരെ വ്യക്തമായിട്ട് ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനകത്ത് ഞാൻ ഒന്നും കാണുന്നില്ല. പക്ഷേ ആൾക്കാർ ഇത് കാണുമ്പം ഭയങ്കര മോശമായിട്ട് നിങ്ങളെ ചിത്രീകരിക്കത്തുള്ളൂ. കാര്യം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ നമുക്ക് കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല. എന്തായാലും ഇവരുടെയൊക്കെ ഇടയിൽ നിന്നാണ് ഈ ഒരു സാധനം ഇപ്പോൾ ലീക്കായി പോയിരിക്കുന്നത്. അതിന് വെറുതെ ആവശ്യമില്ലാതെ ഇതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്ത ആൾക്കാരുടെ മണ്ടയിലോട്ടൊന്നും കയറിയിട്ട് ഒരു പ്രയോജനവും. ഇതാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആൾക്കാർ വളരെ കെയർഫുൾ ആയിരിക്കണം പല വിഷയങ്ങളിലും ഇടപെടുമ്പോൾ. പ്രത്യേകിച്ച് ബിൻസി ആയിക്കോട്ടെ, അപ്പാനി ആയിക്കോട്ടെ. കാര്യം ഇവർക്ക് എല്ലാവർക്കും ഒരു ഫ്യൂച്ചർ ഉള്ളതാണ്. പ്രത്യേകിച്ച് അപ്പാനിയുടെ വൈഫ് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു ലേഡിയാണ്. സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ കാണുമ്പോൾ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ ഞാൻ എടുത്ത് പറഞ്ഞത് എല്ലാത്തിനും ഒരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറി നമ്മൾ ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കരുത് എന്ന്. എന്നിട്ട് അവസാനം ഇപ്പോൾ ഇതെല്ലാം കൂടെ നമ്മുടെയൊക്കെ പെടലിക്കായി. അത് കുറച്ച് നല്ല യൂട്യൂബേഴ്സ്മാരെല്ലാവരും അനുസരിച്ചു. അത് അപ്ലോഡ് ചെയ്യരുതെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കപ്പെടാം. ഇപ്പൊ നമ്മൾ സുഹൃത്തുക്കളായിട്ട് നമ്മൾ യാത്രയാണ്, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. ചിലപ്പോൾ സ്കിന്നിൽ തൊടും, അറിയാതെ ദേഹത്ത് തൊടും. ഈ ദേഹത്ത് തൊടുന്നത് തന്റെ കാമ വെറി കൊണ്ടാണ് തൊടുന്നത് എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്നതാണ് പ്രശ്നം. ഓക്കെ, പുള്ളി പറഞ്ഞൊരു കാര്യം കേട്ടില്ലേ, ഫ്രണ്ട്സ് ആകുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ദേഹത്ത് തൊടിയെടുക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇത് വേറൊരു രീതിയിൽ ചിത്രീകരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമെന്ന്. ഇവിടെ പ്രധാനമായിട്ടും ഒരു കാര്യം പറയാം. ഈ പുള്ളിക്കാരൻ്റെ ചുറ്റിനും ക്യാമറ ഉണ്ടായിരുന്നു. അത് അപ്പാനി ശരത്തിൻ്റെ ആയാലും ബിൻസിയുടെ ആയാലും ഇവരുടെ ചുറ്റിനും ക്യാമറ ഉണ്ടായിരുന്നു. ക്യാമറ ഉള്ള സമയത്ത് ഒരു കാരണവശാലും മോശം ഇൻറ്റൻഷനിലൂടെ അപ്പാനിക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലേ? പക്ഷേ ഇത് ആരും കാണാതെ ബാക്ക് സൈഡിൽ കൂടെ ആ ഒരു ക്യാമറ ഷൂട്ട് ചെയ്ത വ്യക്തിയാണ് ഈ ഒരു സാധനം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
വേറൊരു രീതിയിലോട്ട് ഇപ്പോൾ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഷൂട്ട് ചെയ്ത് വെളിയിൽ വിട്ടവൻ്റെ പേരിലാണ് കേസ് കൊടുക്കേണ്ടത്. ഇനിയെങ്കിലും നിങ്ങൾ അത് മനസ്സിലാക്കിക്കോ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, നമുക്കും ഈ പറയുന്ന ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആ ഒരു ബൗണ്ടറിയും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാറുമുണ്ട്. പക്ഷേ എന്നാൽ പോലും പലപ്പോഴും നമ്മൾ എന്താ പറയുക, കൈ പിടിക്കുകയോ അല്ലെങ്കിൽ തൊടിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് പുറത്തുള്ള ആൾക്കാർ കാണുമ്പോൾ ഒബ്വിയസ്ലി അത് നെഗറ്റീവായിട്ട് എടുക്കും. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, സദാചാരം കൂടുതലുള്ള ഒരു നാടാണ് നമ്മുടെ. അപ്പോൾ ആ സദാചാരത്തിൻ്റെ കണ്ണിൽ മാത്രമേ നാട്ടുകാർ ഇത് കാണത്തുള്ളൂ. ഞാൻ എൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നിങ്ങളുടെ കരിയറിനെ തന്നെ എഫക്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഫാമിലി ലൈഫ് ഉള്ളതാണ്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്താ പറയണ്ട, നിങ്ങൾ ഇങ്ങനെ കൂടുതലായിട്ട് ക്ലോസ് ആയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുമ്പം നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങൾ പെരുമാറാനായിട്ട് ശ്രമിക്കുക. ഇത്രേ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞോളൂ. എന്തായാലും ഈ വീഡിയോ ഷൂട്ട് ചെയ്ത ആരാണെന്നും ഈ വീഡിയോയുടെ ഒറിജിനൽ ഫൂട്ടേജ് എന്താണെന്നും എല്ലാം ഈ പുള്ളി പറയുന്നുണ്ട് കേട്ടല്ല. ഈ പുള്ളിയുടെ കയ്യിൽ ഇതിൻ്റെ ഒറിജിനൽ ഫൂട്ടേജ് ഉണ്ട്. പുള്ളി അത് ഇപ്പോൾ കാണിച്ചിട്ടില്ല, പുള്ളിയുടെ മൊബൈലിനകത്ത് എടുത്ത് വെച്ച് കാണിച്ചതേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ചെന്നൈയിൽ എയർപോർട്ടിൽ വെച്ചിട്ടാണ്. അതാണ് തെറ്റാ. ചെന്നൈ എയർപോർട്ട് അല്ല, ആക്ച്വലി നമ്മുടെ ബിഗ് ബോസിലെ പരിപാടി കഴിഞ്ഞിട്ട് ഇവർ പാർട്ടി എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സാഹചര്യം, വീട്ടിലേക്കല്ല അവർ റൂമിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ബൈക്കിന് വേണ്ടി ഞങ്ങളോട് വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ 10-20 പേര് വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ബൈക്ക് തരാനായിട്ട് ഞങ്ങൾ അവർ കൂട്ടാക്കില്ല, കാരണം രാത്രിയായി. സോ അവർ സമ്മതിച്ചില്ല. പക്ഷെ ഞങ്ങൾ ഇവർ വരുന്നതും ഇറങ്ങുന്നതും വീഡിയോ ജസ്റ്റ് എടുത്തു വെച്ചു. അതാണ് ഈ ക്ലിപ്പ്. ഈ ആർജെ ബിൻസിയുടെ ഒരു ക്യാരക്ടർ നമുക്കറിയാം, എന്തും വെട്ടി തുറന്ന് പറയുന്ന ഒരു പ്രകൃതമാണ്. ഇപ്പം അനുമോൾക്കെതിരെ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ് ആർജെ ബിൻസി. ആയിക്കോട്ടെ, അതിനകത്തും തുറന്നു പറഞ്ഞിട്ടുണ്ട്. പുറത്തു വന്നപ്പോഴും ഞാൻ അടക്കമുള്ള എന്റെ ബൈക്ക്. അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം ബിൻസി പുറത്തിറങ്ങിയിട്ട് നിരന്തരം അനുമോൾക്കെതിരെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൻസിക്ക് പേഴ്സണലി അങ്ങോട്ട് പിടിക്കുന്നില്ല അനുമോൾ കപ്പടിച്ചത്. എന്നാൽ ബിൻസി എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ എന്തെങ്കിലും ചെന്ന് ചെയ്തിട്ടുണ്ടോ, അതുമില്ല. അപ്പം പോരാത്തിന് അതെല്ലാം കൂടെ ആയപ്പം പിന്നെ ഇതും കൂടി പുറത്ത് വന്നപ്പോഴത്തേക്ക് തൃപ്തിയായി. സകലമാന ആൾക്കാരും ബിൻസിയെ ഊക്കാൻ കിട്ടിയ അവസരം വെറുതെ വിടത്തില്ല. അതാണ് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ഈ പുള്ളി പറയുന്നൊരു ഡയലോഗ് കേട്ടല്ലോ. കാര്യം ഇവരെല്ലാവരും കൂടി തീരുമാനമെടുത്തതായിരുന്നു, ഒരു കാരണവശാലും ഈ ഒരു ക്ലിപ്പ് വെളിയിൽ പോകരുത്, പോയി കഴിഞ്ഞാൽ അവർക്കത് ദോഷം ചെയ്യുമെന്ന് ഇവരെല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. പക്ഷേ ഇത് വേറെ ആരും, അതായത് ഇവർ പോലും അറിയാതെ വേറെ ആരൊക്കെയോ ഇത് ഷൂട്ട് ചെയ്ത് ഈ സാധനം വെളിയിലിറക്കി. അതായത് മറ്റേ ആ ഒരു ചാനൽ ഷൂട്ട് ചെയ്ത് വെളിയിലിറക്കി. അതാണ് ഇവിടെ ഇപ്പം ഇത്രയും പ്രശ്നമായിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അവരുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ വന്നിട്ടില്ല. ബിക്കോസ് അവർക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ബിൻസി ഇന്നലെ അതുൽ വ്ളോഗ്സിൻ്റെ താഴെ പോയിട്ട് ഒരു കമൻ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കമൻറ്റ് വായിച്ചു തരാം. അതിന് മുന്നേ പുള്ളി പറയുന്നത് ബാക്കിയും കൂടെ കേൾക്കാം. അതെന്തുകൊണ്ടാന്ന് എനിക്ക് തോന്നുന്നു വെച്ചാൽ ആർജെ ബിൻസിക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിട്ടും പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അതൊരു പക്ഷേ PR ആയിരുന്നെങ്കിൽ അല്ല, ആർജെ തന്നെ ബിൻസിനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിനുവിനെ PR ഏൽപ്പിച്ചിരുന്ന ഇച്ചുകൊണ്ട് കാലം നിന്നേനെ. അപ്പൊ അയാളുടെ ഒരു നഷ്ടബോധമാണ്, അയാൾ ഫ്രസ്ട്രേഷൻ കളിക്കണം. ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഒരു ഗെയിം കൊടുത്തിട്ട് ബിഗ് ബോസിനകത്ത് പോയി ചുമ്മാ ഇല്ല അത് ഞാൻ സമ്മതിക്കണ്ട, അത് ഓക്കെ. പക്ഷെ നമുക്ക് ഗെയിം കളിക്കുമ്പോൾ ഒരു ഗ്യാപ്പ് വേണം, ഒരു ബ്രീത്തിങ് സ്പേസ് വേണം. 1-2 ആഴ്ച ആകുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ഗെയിമിംഗ് സ്ട്രാറ്റജി ഇറക്കുന്നു. പക്ഷെ അതിന് മുമ്പേ ഔട്ടായപ്പോൾ അവസ്ഥ എന്തായാലും ആർജെ ബിൻസി ഇതിനകത്ത് വന്നിട്ട് ആ തുടക്കം ഈ പുള്ളിക്കാരുടെ എൻട്രി തൊട്ട് നമ്മൾ ആ ഔട്ടാകുന്നവർ നോക്കുകയാണെങ്കിൽ കൊലവള്ളി പൊട്ടുന്ന രീതിയിലുള്ള പ്രകടനങ്ങളാണ് അതിനകത്ത് കാഴ്ചവെച്ചത്. ആവശ്യമായിട്ട് ഓരോ കണ്ടസ്റ്റന്റ് മേളിലേക്ക്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ആർജെ ബിൻസിനെ ഇപ്പൊ എടുത്തിട്ട് ഈ യൂട്യൂബർമാരെല്ലാം കൂടെ എയറിലാക്കുന്നത് ആ ഒരാഴ്ച ഈ ബിഗ് ബോസിനകത്ത് പുള്ളിക്കാരി ചെയ്തിട്ടുള്ള ആ ഒരു പ്രവൃത്തി വെച്ചു. പക്ഷെ ഒരു നോർമലി ഒരു മനുഷ്യന്റെ രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയില് വലിയ തെറ്റായിട്ട് അല്ല, എനിക്ക് വലിയ തെറ്റ് ഫീൽ ചെയ്യുന്നില്ല. നമ്മുടെ സൗഹൃദം ഇപ്പൊ ആർജെ ബിൻസിയും അപ്പാനും നല്ല സുഹൃത്തുക്കളാണ്. അപ്പാനിക്ക് ഒരു ഫാമിലി ഉണ്ട്. ആ ഫാമിലി ഉള്ളതുകൊണ്ട് തന്നെ ഓക്കെ, അതിനകത്ത് വലിയ രീതിയിൽ തെറ്റായിട്ട് അവർക്ക് തോന്നുന്നില്ല. അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഇത് സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണ് എന്നാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് പറയണത്. ബിൻസിയെ പറ്റിയിട്ട് പറയുന്ന ഒരു കാര്യം ബിൻസി കേട്ടല്ലോ. ബിൻസി ഒരു വകയും അതിനകത്ത് ചെന്ന് പെർഫോം ചെയ്തിട്ടില്ലായിരുന്നു. നമ്മൾ എത്ര PR കൊടുത്തെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മൾ അതിനകത്ത് ചെന്ന് എന്തെങ്കിലും കാണിക്കണം. അനുമോൾ നല്ല രീതിയിൽ അവിടെ ചെന്ന് പെർഫോം ചെയ്തതിൻ്റെ പേരിലാണ് അനുമോൾ കപ്പടിച്ചത്, അല്ല വേറെ കാര്യമൊന്നുമില്ല. ഇപ്പം ഈ അനീഷിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അത് തന്നെയാണ്. അനീഷ് തുടക്ക സമയത്ത് തൊട്ടേ അനീഷ് നല്ല രീതിയിലുള്ള കണ്ടന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കടന്ന് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എന്തായാലും നമുക്ക് ബിൻസിയുടെ കമൻ്റ് ഒന്ന് വായിക്കാം. ഉളുപ്പില്ലാത്ത കുറേ എണ്ണം ഇതുപോലെ മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്ത് വെച്ചിട്ട് ജീവിക്കുന്നു എന്നാണ് ഇവിടെ ബിൻസി പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ബിൻസി ഇപ്പം എത്ര ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്? ബിൻസി പറഞ്ഞിരിക്കുന്ന 4 കാര്യമാണ്: ചാച്ചൻ്റെ ഓട്ടോ, അനുമോളുടെ PR, പിന്നെ അപ്പാനി ശരത്ത്, പിന്നെ മസ്താനി. ഈ ഒരു വിഷയമല്ലാതെ എന്തുണ്ട് ബിൻസിക്ക് സ്വന്തമായിട്ട് പറയാൻ? ചാച്ചൻ്റെ ഓട്ടോ അങ്ങ് മാറ്റി വയ്ക്കാം, കാര്യം നിങ്ങളുടെ സ്വന്തം അച്ഛനാണ്, അതിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുന്നില്ല. പക്ഷേ ബാക്കി 3 കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും അനാവശ്യമായിട്ടല്ലേ നിങ്ങൾ പബ്ലിക്കിനെ മുന്നിൽ ചെന്ന് പറയുന്നത്? അപ്പം നിങ്ങളല്ലേ ഇത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നത്? അനുമോളുടെ പേരും പറഞ്ഞ് എത്രത്തോളം കണ്ടന്റ് ഉണ്ടാക്കോ അത്രത്തോളം കണ്ടന്റും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പറയുന്ന ഇൻ്റർവ്യൂസിനകത്തെല്ലാം നിങ്ങൾക്ക് പേയ്മെൻറ്റും കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ആ പേയ്മെൻറ്റും മേടിച്ചിരുന്നിട്ട് പിന്നെ ഇങ്ങനെ വന്നിരുന്ന് കമൻറ്റ് ഇടരുത്. ഓക്കെ, എന്തായാലും ബാക്കിയുടെ വായിക്കാം.
അവൻ്റെ തമ്മിൽ കണ്ടില്ലേ, എടാ ഇമാതിരി ഊളത്തരം കണ്ട് ഞാൻ കരയത്തില്ല, കഷ്ടം. ഇതൊക്കെ റിയാക്ട് പോലും ചെയ്യാൻ താല്പര്യമില്ല. എയറിലാണേലും ഇല്ലേലും ഡോണ്ട് കെയർ. ബിൻസിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ് പറയണത്. എയറിലായാലും എന്തോ ആയില്ലെങ്കിൽ എന്തുവാ, എന്തായാലും സംഭവം നല്ല രീതിയിൽ വൈറലായിട്ടുണ്ട്. അതിൽ കൂടുതൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ബിൻസിയുടെ ഈ ഒരു അഹങ്കാരമാണ് പേഴ്സണലി ഒരു മനുഷ്യർക്കും താല്പര്യമില്ലാത്തത്. ബിൻസി ഇനിയെങ്കിലും മനസ്സിലാക്കിയോ, നമ്മൾ പബ്ലിക്കിൽ വന്ന സാധനങ്ങളാണ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തത്, അല്ലാതെ നമ്മളാരും പോയി ഇതുപോലെ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത സാധനമല്ല. പിന്നെ നമ്മൾ കണ്ട കാര്യങ്ങൾക്കാണ് നമ്മൾ വന്നിരുന്ന അഭിപ്രായം പറയുന്നത്, അത് വളരെ മാന്യമായിട്ടുള്ള ഭാഷയിൽ, അല്ലാതെ മോശമായിട്ടുള്ള രീതിയിൽ നിങ്ങളെ ചിത്രീകരിക്കാനോ നിങ്ങളൊരു മോശക്കാരി എന്നുള്ള രീതിയിൽ പറയാനോ ഒന്നും നിന്നിട്ടില്ല. പക്ഷെ ബിൻസിയുടെ ഇപ്പോൾ ഇങ്ങനെയുള്ള സംസാരവും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കാണ് ഈ ബിൻസിയുടെ ക്യാരക്ടറിൽ ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ എന്ന് നമുക്ക് തോന്നുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ബിൻസി പറയുകയും ചെയ്യുന്നുണ്ട്, ഞാൻ കരയത്തേ ഇല്ല, നീയൊക്കെ എന്ത് വേണമെങ്കിലും കാണിച്ചു തന്നത്. നിങ്ങളുടെ കരച്ചിൽ കാണാൻ വേണ്ടിയിട്ടൊന്നും അല്ല നമ്മളാരും വീഡിയോസും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നത്. ഓക്കെ, ഞങ്ങളെല്ലാവരും എന്താണ് ഞങ്ങളുടെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞത്, അത് നിങ്ങളൊന്ന് എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഈ അപ്പാനിയുടെയും ബിൻസിയുടെയും വീഡിയോ പുറത്തിറങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒരാളുണ്ട്, വേറെ ആരുമല്ല, നമ്മുടെ മസ്താനിയാണ്. മസ്താനി ഒരു വീഡിയോ പുള്ളിക്കാരത്തിയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഇവിടെ കാണിക്കാം. തിരിച്ച് റിപ്ലൈ കൊടുക്കരുത്, പറഞ്ഞിട്ട് പൊക്കോട്ടെ വിചാരിക്കും ആരാണ്. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, വാട്ട്സ് ദി ബെസ്റ്റ് അഡ്വൈസ് യു ഹാവ് റിസീവ്ഡ് ഇൻ യുവർ ലൈഫ് എന്ന്. ഇത്ര ഇതാണെങ്കിലേ കേട്ട് നിൽക്കുന്നതിനൊരു ലിമിറ്റ് ഉണ്ടോ? ചില സാഹചര്യങ്ങളിൽ ഒരു 10 അടി അതിനേക്കാളും വാല്യൂ ആണ് സൈലൻസ്. ഞാൻ പഠിച്ചതാണ്. ഓക്കെ, ഇതിനകത്ത് പുള്ളിക്കാരത്തി ഉദ്ദേശിക്കുന്ന വേറെ ഒന്നുമല്ല, എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ കൊടുക്കല്, കിട്ടേണ്ടതാണെങ്കിൽ എന്തെങ്കിലും കിട്ടുമെന്നുള്ള രീതിയിൽ. അതാണ് ഇപ്പോൾ നിലവിൽ ബിൻസിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറയണത്. കുറേ ഇടത്ത് ചെന്ന് മസ്താനി കമൻറ്റ് ഇട്ടിട്ടുണ്ട് കർമ്മ എന്നും പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ബിൻസി ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കോ. ബിൻസി ഓരോ ആൾക്കാരെ വന്നിരുന്ന് കുറ്റം പറയുമ്പോഴും ഓരോ ആൾക്കാർക്ക് എഗെയിൻസ്റ്റ് ഓരോന്ന് വന്നിരുന്ന് വിളിച്ച് പറയുമ്പോഴും ഈ പറയുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ വേദന ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ബിൻസി മാത്രം അങ്ങ് ഭയങ്കര രീതിയിൽ പെർഫെക്റ്റ് ആണെന്നുള്ള രീതിയിൽ വന്നിരുന്ന് സംസാരിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.